+2 മാത്തമാറ്റിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോക്കസ് ഏരിയയിൽപ്പെട്ട 6.4 എന്ന് പറഞ്ഞ സെക്ഷനാണ്, ടാൻജൻസ് ആൻഡ് നോർമൽസ്. ഈ ഒരു സെക്ഷൻ കൂടിയാണ് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ടാൻജൻസ് ആൻഡ് നോർമൽസ് എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് പോകുന്നതിന് മുൻപേ നമ്മൾ അതിൻ്റെ ജിയോമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ഐഡിയ ഓർമ്മയിലേക്ക് കൊണ്ടുവരണം. അത് നിങ്ങൾ ബോർഡിലേക്ക് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ആദ്യം അതിലേക്കൊന്ന് പോയി നോക്കാം. ഇവിടെ വരച്ചിരിക്കുന്ന ഈ ഒരു കാര്യം, അതിനെയാണ് y = f(x) എന്ന് പറയുന്ന ഒരു കർവായിട്ട് നമ്മൾ പറയുന്നത്. ജസ്റ്റ് ഒരു കർവ് എന്ന് പറഞ്ഞ മീനിങ്ങിലാണ് നമ്മൾ എന്ത് വരച്ചിരിക്കുന്നത്, f(x) എന്ന് പറയുന്ന ഒരു കാര്യം വരച്ചിരിക്കുന്നത്. ഈ കർവിൻ്റെ സ്ഥാനത്ത് ഏത് ഫംഗ്ഷൻ വേണമെങ്കിലും വരാം. ഓക്കെ, ഒരു കർവിൻ്റെ ടാൻജൻ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു പോയിന്റിലൂടെ മാത്രം ടച്ച് ചെയ്ത് കൊണ്ടുപോകുന്ന ലൈനെയാണ് നമ്മൾ എന്ത് പറയുക, ആ കർവിൻ്റെ ടാൻജൻ ലൈൻ എന്ന് പറയുക. അതേപോലെ ഒരു ടാൻജൻ ലൈൻ ഇവിടെയും നിങ്ങൾക്ക് കാണാം. ഇവിടെ എ എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ പോയിന്റ് അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ആ എയിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ടാൻജൻ ലൈൻ അവിടെ വരച്ചിട്ടുണ്ട്. അവിടെ നോക്കൂ, എ എന്ന് പറഞ്ഞ പോയിന്റിൽ മാത്രമാണ് ടച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത് ഒരു ടാൻജൻ ലൈനാണ്. അതേപോലെ ടാൻജൻ ലൈനിന് പെർപെൻഡിക്കുലർ ആവുന്ന രീതിയിൽ മറ്റൊരു ലൈൻ കൂടി അവിടെ വരച്ചിട്ടുണ്ട്. അതും പാസ് ചെയ്യുന്നത് എ എന്ന് പറഞ്ഞ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ മാത്രമാണ്. ആ ലൈനിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് നോർമൽ ലൈൻ എന്നാണ്. അപ്പോൾ ടാൻജൻ ലൈനിന് പെർപെൻഡിക്കുലറായി വരയ്ക്കുന്ന ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുക, നോർമൽ ലൈൻ എന്ന് പറഞ്ഞ കാര്യം പറയുന്നത്. ടാൻജൻ ലൈൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിലാണ് ടച്ച് ചെയ്യുള്ളൂ. ആ പോയിന്റിലൂടെ തന്നെയാണ് എന്തും പാസ് ചെയ്യുന്നുണ്ടാവുക, നോർമൽ ലൈനും പാസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ കണ്ടീഷനിൽ വരുന്ന വ്യത്യാസം എന്താണ്, ടാൻജൻ ലൈനിന് പെർപെൻഡിക്കുലർ ആണ് എന്ത് വരുന്നത്, നോർമൽ ലൈൻ എന്ന് പറഞ്ഞ കാര്യം കയറി വരുന്നത്. നമുക്ക് ഈ സെക്ഷനിലുടനീളം പഠിക്കാനുള്ളത്, ഒരു ഫംഗ്ഷൻ നിങ്ങളുടെ മുമ്പിൽ തരും. ആ ഫംഗ്ഷൻ എന്ന് പറയുന്നതിന് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ആ കർവിൻ്റെ ടാൻജൻ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക, നോർമൽ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക, ടാൻജൻ ലൈനിൻ്റെ ചെരിവ് അഥവാ സ്ലോപ്പ് എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കുക, നോർമൽ ലൈൻ എന്ന് പറയുന്നതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. ഇതെല്ലാം ഇൻ ടേംസ് ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ ആശയത്തിലാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. കാരണം നമ്മുടെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് തന്നെ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്നാണ്. ഡെറിവേറ്റീവ്സിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ y = f(x) എന്ന് പറഞ്ഞൊരു കർവ് തന്നു, അതിന് ടാൻജൻ ലൈൻ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ആ ടാൻജൻ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dy/dx എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏത് കർവ് നമുക്ക് തന്നാലും ആ കർവിൻ്റെ സ്ലോപ്പ് ഓഫ് ടാൻജൻ്റ് എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഡെറിവേറ്റ് ചെയ്താൽ മതി. f(x) ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ f'(x) കണ്ടെത്തിയാൽ മതി. y ആണ് എടുക്കുന്നതെങ്കിൽ dy/dx എന്ന് പറഞ്ഞ ആശയം കണ്ടെത്തിയാൽ മതി. പക്ഷേ ഇവിടെയെല്ലാം ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. അതുകൊണ്ട് ഇവിടെ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് പ്രത്യേകം നമ്മളവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിലുള്ള കാര്യം പറയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, y = f(x) എന്ന് പറയുന്ന ഒരു കർവിൻ്റെ ടാൻജൻ ലൈനിൻ്റെ സ്ലോപ്പാണ് dy/dx എന്ന് പറഞ്ഞ കാര്യം വരുന്നത്. ഇതൊരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ പർട്ടിക്കുലർ പോയിന്റിനെ x0 y0 എന്ന് പറഞ്ഞ കോർഡിനേറ്റ്സുകളാണ് എന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ y = f(x) എന്ന് പറയുന്ന കർവിൻ്റെ സ്ലോപ്പ് ഓഫ് ടാൻജൻ്റ് എന്ന് പറയുന്നത് dy/dx at x0 y0 എന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ അതിനെ ചുരുക്കിയിട്ട് നമുക്ക് മറ്റൊരു രീതിയിലും അതിനെ ഡിനോട്ട് ചെയ്യാം, f'(x0) എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. ഈ ഒരു കാര്യമാണ് ആദ്യമായിട്ട് നമ്മൾ ഫോർമുല പോലെ ഓർമ്മയിൽ വെക്കേണ്ട കാര്യം. ബോർഡിലേക്കൊന്ന് ശ്രദ്ധിക്കൂ. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ടു ദ കർവ് y = f(x) at x0 y0 ഈസ് ഗിവൺ ബൈ dy/dx at x0 y0, അല്ലെങ്കിൽ എന്ന് പറയാം f'(x0) എന്ന് പറയാം. അതുപോലെ തന്നെ സ്ലോപ്പ് ഓഫ് ദ നോർമൽ ടു ദ കർവ് y = f(x), അതേ കർവിന് തന്നെ എന്തുണ്ടായിരിക്കും, നോർമൽ ലൈൻ ഉണ്ടായിരിക്കും. ആ നോർമൽ ലൈനിൻ്റെ ചെരിവ് എന്ന് പറയുന്നത് x0 y0 എന്ന് പറഞ്ഞ പോയിന്റിൽ -1/f'(x0) ആയിരിക്കും. അതായത് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്താണോ അതിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കലാണ് സ്ലോപ്പ് ഓഫ് നോർമൽ എന്ന് പറഞ്ഞ ആശയം കിട്ടുന്നത്. അടുത്തതായി നമുക്ക് പറയാനുള്ളത് ഇക്വേഷൻ ഓഫ് ടാൻജന്റ് അറ്റ് x0 y0 ടു ദ കർവ് y = f(x). y = f(x) എന്ന് പറയുന്ന കർവിൻ്റെ ടാൻജന്റ് ലൈനിൻ്റെ ഇക്വേഷൻ x0 y0 എന്ന് പറഞ്ഞ പോയിന്റിൽ y - y0 = f'(x0) × x - x0 എന്ന് പറഞ്ഞ ആശയമാണ്. അതുപോലെ ഇക്വേഷൻ ഓഫ് ദ നോർമൽ ടു ദ കർവ് y = f(x) at x0 y0 ഈസ്
y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കർവിൻ്റെ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറഞ്ഞ പർട്ടിക്കുലർ പോയിന്റിലുള്ള നോർമൽ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y മൈനസ് വൈ നോട്ട് ഈക്വൽ ടു -1/f'(x0 ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്ത് നിങ്ങളൊന്ന് ആലോചിക്കുക. y മൈനസ് വൈ നോട്ട് രണ്ട് ഇക്വേഷനിലുണ്ട്, എക്സ് മൈനസ് എക്സ് നോട്ട് രണ്ട് ഇക്വേഷനിലുണ്ട്. ആദ്യത്തേതിൽ f'(x0) ആണ്, രണ്ടാമത്തേലേക്ക് പോകുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കലാണ് കയറി വരുന്നത്. കാരണം ഈ ലൈനും എന്താണ്, പെർപെൻഡിക്കുലറുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വരുന്നു, സ്ലോപ്പിൽ ആ ഒരു വ്യത്യാസം കാണാൻ വേണ്ടി പറ്റുന്നു. നമുക്കറിയാം രണ്ട് ലൈനുകൾ പാരലൽ ആണെങ്കിൽ സ്ലോപ്പുകൾ ഈക്വൽ ആണെന്ന് അറിയാം. രണ്ട് ലൈനുകൾ പരസ്പരം പെർപെൻഡിക്കുലർ ആണെങ്കിൽ സ്ലോപ്പുകളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, -1 ആയിരിക്കും. ആ ഒരു ആശയം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പർട്ടിക്കുലർ കേസുകളുണ്ട്, അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമതായിട്ട് പറയുന്നത് ഇഫ് ദ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ലൈൻ ഈസ് 0, ടാൻജന്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ then the tangent line is parallel to x axis. ആ ടാൻജന്റ് ലൈൻ എന്ന് പറയുന്നത് എക്സ് ആക്സിന് പാരലൽ ആണെന്ന് പറയാം. കാരണം എക്സ് ആക്സിസിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. ടാൻജന്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്താണ്, 0 ആണ്. സ്ലോപ്പുകൾ ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, രണ്ട് ലൈനും പാരലൽ ആണെന്നുള്ള ആശയം പറയാം. അതുകൊണ്ട് തന്നെ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ലൈൻ എന്ന് പറയുന്നത് 0 ആണ് വരുന്നതെങ്കിൽ ടാൻജന്റ് ലൈൻ എന്ന് പറയുന്നത് എക്സ് ആക്സിന് പാരലൽ ആണെന്ന് പറയാം. ആൻഡ് ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ലൈൻ ഈസ് y ഈക്വൽ ടു വൈ നോട്ട്. അപ്പോൾ നമ്മുടെ ആ ഫോർമുലയിൽ ഒന്ന് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അവിടെ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ y മൈനസ് വൈ നോട്ട് ഈക്വൽ ടു f'(x0 ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് എന്നാണ് ഫോർമുല. f'(x0) സ്ഥാനത്ത് 0 ആണ് വരിക. അപ്പോൾ റൈറ്റ് സൈഡ് കംപ്ലീറ്റ് 0 ആയിട്ട് പോകും. അപ്പോൾ y മൈനസ് വൈ നോട്ട് ഈക്വൽ ടു 0 വരും. അതായത് y ഈക്വൽ ടു വൈ നോട്ട് എന്ന് പറയാം. രണ്ടാമത് പറയുന്നത് ഇഫ് തീറ്റ ഈക്വൽ ടു π/2, തീറ്റ എന്ന് പറയുന്നത് π/2 ആണെങ്കിൽ, അതായത് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ് വരുന്നതെങ്കിൽ ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, നോട്ട് ഡിഫൈൻഡ് അഥവാ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ലോജിക്കാണ് വരിക. അങ്ങനെയാണെങ്കിൽ ടാൻജന്റ് ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദ എക്സ് ആക്സിസ്. ടാൻജന്റ് ലൈൻ എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, അല്ലെങ്കിൽ വൈ ആക്സിസിന് പാരലൽ ആയിരിക്കും എന്നുള്ള ആശയം പറയാം. അത്തരം സന്ദർഭത്തിൽ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ലൈൻ ഈസ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ്, പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിലനിൽക്കുന്നതെങ്കിൽ നമ്മുടെ ടാൻജന്റ് ലൈൻ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ എന്തിന് ഈക്വൽ ആയിട്ട് നിൽക്കും, അത് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് എന്ന് പറഞ്ഞ ആശയത്തിന് ഈക്വൽ ആയിട്ട് നിൽക്കും. കാരണം നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞ ലോജിക്ക് നിലനിൽക്കുന്ന എപ്പോഴാണ്, ഡിനോമിനേറ്ററിൽ 0 വരുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ കിടക്കുന്നത് എങ്ങനെയാണ്, y മൈനസ് വൈ നോട്ട് ഈക്വൽ ടു f'(x0) എന്ന് പറയുന്നതിൻ്റെ സ്ഥാനത്ത് മിനിമം ഒരു 1/0 അല്ലെങ്കിൽ /0 എന്ന് പറഞ്ഞ ലോജിക്ക് വരണം. ആ 0നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അത് മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് 0 ആവും. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്, 0 ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് നോട്ട് ആണ് കിട്ടുക. അവിടെ നിന്ന് നമുക്ക് എന്ത് ചുരുക്കി പറയാം, എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് എന്ന് പറഞ്ഞ ആശയം പറയാം. അതാണ് ഇവിടെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾക്ക് ഇവിടെ 4 ഫോർമുലാസുകളാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ആകെ പഠിക്കാനുള്ളത്. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ dy/dx അറ്റ് x0 y0 അല്ലെങ്കിൽ f'(x0). സ്ലോപ്പ് ഓഫ് ദ നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് കാണുക, അതിന് നെഗറ്റീവ് റെസിപ്രോക്കൽ എടുക്കുക. ഇക്വേഷൻ ഓഫ് ടാൻജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y മൈനസ് വൈ നോട്ട് ഈക്വൽ ടു f'(x0 ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. ഇക്വേഷൻ ഓഫ് നോർമൽ എന്ന് പറഞ്ഞാൽ y മൈനസ് വൈ നോട്ട് ഈക്വൽ ടു -1/f'(x0 ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ് ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളത് പഠിച്ചു പോവുക. അപ്പോൾ ഇതിന് പ്രത്യേക സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. ഇനി നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസുകളിലേക്കൊന്ന് പോവുകയാണ്. ആദ്യത്തെ ചോദ്യത്തിലേക്കൊന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ടു ദ കർവ് y ഈക്വൽ ടു x³ മൈനസ് എക്സ് അറ്റ് x ഈക്വൽ ടു 2. ഒരു കർവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. x ഈക്വൽ ടു 2 എന്ന് പറയുന്നതിൽ ഈ കർവിൻ്റെ ടാൻജന്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? അപ്പോൾ നമുക്ക് തന്ന കർവ് ഒന്ന് ആദ്യം എഴുതുകയാണ്. y ഈസ് ഈക്വൽ ടു x³ മൈനസ് എക്സ്. നമുക്ക് കണ്ടെത്താനുള്ളത് അതിൻ്റെ ഡെറിവേഷൻ dy/dx എന്ന് പറഞ്ഞ ആശയമാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. dy/dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x³ ഡെറിവേഷൻ 3x² മൈനസ് എക്സിൻ്റെ ഡെറിവേഷൻ 1. dy/dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ആണ്. ഇത് മൊത്തത്തിലുള്ളതാണ്. നമുക്ക് x ഈക്വൽ ടു 2 പ്രത്യേകം കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. dy/dx അറ്റ് x ഈക്വൽ ടു 2. എന്ത് ചെയ്താൽ മതി, dy/dxൽ x കാണുന്ന സ്ഥാനത്ത് 2 അപ്ലൈ ചെയ്യുക. 3 × 2² മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 12 മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 11. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ടു ദ കർവ് y ഈക്വൽ ടു x - 1/x - 2, x not equal to 2 at x equal to 10.
എക്സ് ടൺ ആകുമ്പോൾ ഈ കർവിൻ്റെ ടാൻജൻ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം y എന്ന് പറയുന്ന ആശയം എഴുതുക, എക്സ് മൈനസ് 1 എക്സ് മൈനസ് 2. ഇനി നമുക്ക് ചെയ്യേണ്ടത് dy/dx ആണ്. ഇത് ഡിവിഷൻ ഫോമിലായതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുള്ള കോഷ്യൻ റൂളിലൂടെ മാത്രമേ നമുക്കതിനെ ഡെറിവേഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. കോഷ്യൻ റൂൾ പറയുന്നത് എന്താ? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഞാനിപ്പോൾ പറഞ്ഞത് ഫോർമാറ്റാണ്. ഇനി ഇതൊന്ന് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് d/dx ഓഫ് എക്സ് മൈനസ് 1 മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എക്സ് മൈനസ് 2 ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അതായത് എക്സ് മൈനസ് 2 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേഷൻ 1 ആണ്, മൈനസ് 1ൻ്റെ ഡെറിവേഷൻ 0 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ വരുന്നത് എന്താണ്? 1 മൈനസ് 0 മൈനസ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേഷൻ 1 ആണ്, 2ൻ്റെ ഡെറിവേഷൻ 0 ആണ്, ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ഇറ്റ് ഇസ് ഈക്വൽ ടു, ഇവിടെ 1 മൈനസ് 0 1 ആണ്, അപ്പോൾ എക്സ് മൈനസ് 2 വരും. 1 മൈനസ് 0 1 ആണ്, പുറത്തൊരു മൈനസും ഉണ്ട്. അപ്പോൾ -1 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 ഇൻറ്റു എക്സ് മൈനസ് എക്സ് വരും, -1 ഇൻറ്റു -1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ. പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്യാം. -2 പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ. ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് dy/dx ആണ്. നമുക്ക് ശരിക്കും കണ്ടെത്താനുള്ള കാര്യം എന്താണ്? എക്സ് ടൺ ആകുമ്പോഴുള്ള കേസാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. dy/dx അറ്റ് എക്സ് ഈക്വൽ ടു 10. ഈ കിട്ടിയ ആൻസറിൽ എക്സിന് പകരം എന്താ അപ്ലൈ ചെയ്യുക? 10 അപ്ലൈ ചെയ്യുക. അപ്പോൾ -1 ഡിവൈഡഡ് ബൈ 10 മൈനസ് 2 ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു -1 ബൈ 10 മൈനസ് 2 8 ആണ്. 8ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 64. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ടു ദ കർവ് y ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x പ്ലസ് 2 അറ്റ് ദ പോയിന്റ് ഹൂസ് എക്സ് കോർഡിനേറ്റ് ഈസ് 3 എന്ന് പറഞ്ഞാൽ എക്സ് 3 ആകുമ്പോൾ y എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കർവിൻ്റെ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. അപ്പോൾ നമ്മൾക്ക് ആദ്യം y എന്ന് പറഞ്ഞ കാര്യം എഴുതാം. y is equal to എക്സ് ക്യൂബ് മൈനസ് 3x പ്ലസ് 2. dy/dx എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കുക. എക്സ് ക്യൂബിൻ്റെ ഡെറിവേഷൻ 3x സ്ക്വയർ മൈനസ് 3 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേഷൻ 1 പ്ലസ് 2 കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ഡെറിവേഷൻ 0 ആണ്. അപ്പോൾ ഇത് ഡെറിവേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എക്സ് ഇല്ലാതെ വെറുതെ ഒരു കോൺസ്റ്റന്റ് മാത്രമാണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ഡെറിവേഷൻ 0 ആണ്. എന്നാൽ മൾട്ടിപ്ലിക്കേഷനിലാണ് ഈ കോൺസ്റ്റന്റ് നിലനിൽക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ മാറ്റി എഴുതും, എന്നിട്ട് ബാക്കിയുള്ളതിൻ്റെ മാത്രം ഡെറിവേഷൻ കണ്ടുപിടിക്കും. അതുകൊണ്ടാണ് -3x എന്ന് പറയുന്നത് -3 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേഷൻ 1 വന്നത്. മറന്നു പോയത് 3x സ്ക്വയർ മൈനസ് 3. അപ്പോൾ നമുക്ക് കിട്ടിയത് dy/dx ആണ്. കണ്ടെത്താനുള്ളത് എന്താണ്? dy/dx അറ്റ് എക്സ് ഈക്വൽ ടു 3. 3 ഇൻറ്റു 3 സ്ക്വയർ മൈനസ് 3. 9 ഇൻറ്റു 3 27 വരും. 27 മൈനസ് 3 വിച്ച് ഇസ് ഈക്വൽ ടു 24. നാലാമത്തെ ചോദ്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ നോർമൽ എക്സ് ഈക്വൽ ടു എ കോസ് ക്യൂബ് തീറ്റ വൈ ഈക്വൽ ടു എ സൈൻ ക്യൂബ് തീറ്റ. ഇപ്പോൾ ശരിക്കും നമുക്കൊരു കർവാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആ കർവ് എന്ന് പറയുന്നതിൻ്റെ നോർമൽ ലൈനിൻ്റെ സ്ലോപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. തീറ്റ π/4 ആകുമ്പോഴുള്ള കാര്യം മാത്രമാണ്. ഇവിടുത്തെ ഇതിൻ്റെ ഒരു കാര്യം ഡെറിവേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന സെക്ഷനിൽ പാരാമെട്രിക് ഫോം എന്ന് പറയുന്ന ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ പാരാമെട്രിക് ഫോം ആശയം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതിൻ്റെ ഡെറിവേഷൻ കണ്ടുപിടിക്കേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എക്സ് എന്ന് പറയുന്നത് ഒരു ടിയിലായിരിക്കും, വൈ എന്ന് പറയുന്നതും ഒരു ടിയിലുള്ള ഫംഗ്ഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ dy/dx കണ്ടുപിടിക്കണമെങ്കിൽ dy/dt/dx/dt ആണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടേക്ക് വരുന്ന സമയത്ത് നമുക്ക് dy/dx ആണ് വേണ്ടത്. ഈ dy/dx കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? dy/dθയും കാണണം, dx/dθയും കാണണം. ഞാനിവിടെ തീറ്റ എന്ന് പറഞ്ഞ് കൊടുക്കാൻ കാരണം നമുക്ക് തന്നിരിക്കുന്നത് തീറ്റയിലാണ്. ടിയിലാണെങ്കിൽ നമ്മൾ ടി അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ dy/dx കിട്ടിയാൽ മാത്രമേ നമുക്ക് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ന് പറയുന്ന ആശയം സ്ലോപ്പ് ഓഫ് നോർമൽ എന്ന് പറഞ്ഞ ആശയത്തിലേക്കും കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം dx/dθ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് പോയി നോക്കാം. എക്സ് എന്ന് പറയുന്നത് എ കോസ് ക്യൂബ് തീറ്റ, dx/dθ ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണ്, മാറ്റി എഴുതി. കോസ് ക്യൂബ് തീറ്റ എന്ന് പറയുന്നതിനെ ഒരു എക്സ് ക്യൂബ് എന്ന് പറഞ്ഞ രീതിയിൽ ചിന്തിക്കുക.
എക്സ് ക്യൂബിൻ്റെ ഡെറിവേഷൻ 3x² ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്താ എഴുതാം, 3 cos സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞ കാര്യം വരുന്നു. ഇത് മാത്രം ചെയ്താൽ പോരാ, കോസ് തീറ്റയുടെ ഡെറിവേഷൻ സെപ്പറേറ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. കോസ് തീറ്റയുടെ ഡെറിവേഷൻ എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റ. അതായത് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, -3a cos സ്ക്വയർ തീറ്റ സൈൻ തീറ്റ എന്ന് പറഞ്ഞെഴുതാം. ഇതേപോലെ dy/dθ എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കുക. y എന്ന് പറയുന്നത് a sin ക്യൂബ് തീറ്റയാണ്. a മാറ്റി എഴുതി. sin ക്യൂബ് തീറ്റ എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് രീതിയിൽ ചിന്തിച്ചാൽ 3 sin സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞ കാര്യം വരും. ഇത് മാത്രം പോരാ, സൈൻ തീറ്റയുടെ മാത്രം ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ മൾട്ടിപ്ലൈ ചെയ്യണം. വിച്ച് ഇസ് ഈക്വൽ ടു 3a sin സ്ക്വയർ തീറ്റ കോസ് തീറ്റ. അപ്പോൾ നമുക്ക് dx/dθയും dy/dθയും കിട്ടിക്കഴിഞ്ഞു. അടുത്ത് നമുക്ക് വേണ്ട എന്താ, dy/dx. dy/dx എന്ന് പറഞ്ഞ ആശയം ചെയ്യണമെങ്കിൽ dy/dθ/dx/dθ, ഇത് പാരാമെട്രിക് ഫോമിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫോർമുലയാണ്. dy/dθ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3a sin സ്ക്വയർ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ -3a cos സ്ക്വയർ തീറ്റ സൈൻ തീറ്റ. കോസ് തീറ്റയും ഇവിടുന്ന് സ്ക്വയറിങ് ക്യാൻസൽ ചെയ്യാം, സൈൻ തീറ്റയും ഇവിടുന്ന് സ്ക്വയറിങ് ക്യാൻസൽ ചെയ്യാം, 3aയും 3aയും ക്യാൻസൽ ചെയ്യാം. ബാക്കി നിൽക്കുന്നത് മൈനസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ തീറ്റ. dy/dx എന്ന് പറയുന്നത് തീറ്റ ഈക്വൽ ടു π/4 നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ്. മൈനസ് ടാൻ π/4 എന്ന് പറഞ്ഞാൽ ആൻസർ എത്ര വരിക, -1. ഇത് ശരിക്കും എന്താണ്, സ്ലോപ്പ് ഓഫ് ടാൻജന്റ് അറ്റ് തീറ്റ ഈക്വൽ ടു π/4 ആണ്. നമുക്ക് വേണ്ടത് സ്ലോപ്പ് ഓഫ് നോർമൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനൽ കൺക്ലൂഷൻ പറയാം, therefore സ്ലോപ്പ് ഓഫ് നോർമൽ ഈസ്, ഇതിന്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ ആലോചിക്കുക, എത്രയാണ് വരിക, 1 എന്ന് പറഞ്ഞ ആശയമാണ് കിട്ടുന്നത്. അപ്പോൾ ഇത്തരം മോഡൽ ഡെറിവേറ്റീവ്സുകൾ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ ഈ സെക്ഷനിൽ നിന്ന് കയറി വരാനുള്ള സാധ്യത കുറവാണ്. വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സുകളിൽ ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് കൊണ്ട് ചിലപ്പോൾ അത് കയറി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് കൂടി ഉൾപ്പെടുത്തി നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ ടാൻജന്റ് ടു ദ കർവ് y ഈക്വൽ ടു x³ - 3x² - 9x + 7 ഈസ് പാരലൽ ടു ദ x ആക്സിസ്. ഈ ഒരു കർവ്, ആ കർവിൻ്റെ ടാൻജന്റ് ലൈൻ എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് പാരലാണ്. ടാൻജന്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർവിൻ്റെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ടച്ച് ചെയ്തിട്ടാണ് പോവുക. ആ പർട്ടിക്കുലർ പോയിന്റ് ഏതാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ടാൻജന്റ് ലൈൻ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഏതാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കണ്ടെത്താനുള്ളത്. നമ്മൾക്ക് കർവ് തന്നിട്ടുണ്ട്. കർവ് എന്ന് പറയുന്ന കാര്യം എടുക്കുകയാണ്. y ഈക്വൽ ടു x³ - 3x² - 9x + 7. dy/dx കണ്ടുപിടിക്കുക, അതായത് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കാൻ പോവുകയാണ്. x³ എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷൻ 3x² - 3 ഇൻറ്റു x² ഡെറിവേഷൻ 2x -9 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേഷൻ 1 + 7ൻ്റെ ഡെറിവേഷൻ 0. ഓക്കെ, 3x² - 6x - 9. ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് 3 ഉണ്ട്. 3 എന്ന് പറഞ്ഞ കാര്യം ഔട്ട് സൈഡ് നിർത്താം. ഔട്ട് സൈഡ് നിർത്തുമ്പോൾ 3 ഇൻറ്റു x² - 2x - 3. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് dy/dx എന്ന് പറഞ്ഞ ആശയമാണ്. നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കർവ് എന്ന് പറയുന്നതിൻ്റെ മുകളിൽ ടാൻജന്റ് ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്, ആ പോയിന്റാണ് കിട്ടേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ന് പറഞ്ഞ ആശയമാണ് ഉള്ളത്. ഈ ടാൻജന്റ് ലൈനും അതുപോലെ എക്സ് ആക്സും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ്, രണ്ടും പാരലാണ്. പാരലാണെങ്കിൽ എക്സ് ആക്സിസിൻ്റെ അതേ സ്ലോപ്പ് തന്നെ എന്തിനും വരണം, ടാൻജന്റ് ലൈനും കയറി വരണം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റുന്ന കാര്യം, സ്ലോപ്പ് ഓഫ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് 0 ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ dy/dx എന്ന് പറയുന്നത് നിർബന്ധമായും എന്തായിരിക്കണം, 0 ആയിരിക്കണം. കാരണം രണ്ട് ലൈനും എന്താണ്, പാരലാണ്. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാം. therefore 3 ഇൻറ്റു x² - 2x - 3 ഈക്വൽ ടു 0. ഇവിടെ 3 0 ആവില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നെ ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ് 0 ആവുക. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ 0 ആണ് എന്നുള്ള കാര്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യാൻ ഫോർമുല ഉണ്ട്, അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ ഐഡിയ ഉണ്ട്. ഞാൻ ഫാക്ടറൈസേഷൻ ഐഡിയ ഒന്ന് ഉപയോഗിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ നമുക്ക് x - 3 ഇൻറ്റു x - 1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ആശയത്തിൽ തൽക്കാലം എഴുതാം. ഈക്വലൈസ് ചെയ്തിട്ടില്ല. ഈക്വലൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, -3യും -1ഉം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ +3 ആണ് കിട്ടുക. പക്ഷെ നമുക്ക് വേണ്ടത് -3 ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സിമ്പിൾ ഒന്ന് മാറ്റുകയാണ്. ഇപ്പോൾ എന്തായി, -3 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്താണ്, -3 ആണ്. അത് ഓക്കെ.
-3ഉം 1ഉം ആഡ് ചെയ്താൽ എത്രയാണ് കിട്ടുക? -2 ആണ്. അത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് തന്നെയാണ്. ഇപ്പോൾ അത് ഈക്വലൈസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 3 ആവാം, അല്ലെങ്കിൽ -1 എന്ന് പറഞ്ഞ കാര്യമാവാം. ഈ എക്സ് എന്ന് പറയുന്നത് 3 ആകുമ്പോൾ when x equal to 3 y equal to, ഇവിടെ എങ്ങനെ എക്സിന് പകരമൊക്കെ 3 അപ്ലൈ ചെയ്യാം. 3 അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? 3 ക്യൂബ് മൈനസ് 3 ഇൻറ്റു 3 സ്ക്വയർ മൈനസ് 9 ഇൻറ്റു 3 പ്ലസ് 7 വിച്ച് ഇസ് ഈക്വൽ ടു 27 -27 -27 പ്ലസ് 7. -27ഉം പ്ലസ് 27ഉം ക്യാൻസൽ ചെയ്തു. -27 പ്ലസ് 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -20. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് 3, -20. എക്സ് എന്ന് പറയുന്നത് -1 ആകുമ്പോൾ y എന്ന് പറയുന്നത് -1 ക്യൂബ് മൈനസ് 3 ഇൻറ്റു -1 സ്ക്വയർ മൈനസ് 9 ഇൻറ്റു -1 പ്ലസ് 7 ഇറ്റ് ഇസ് ഈക്വൽ ടു -1 മൈനസ്, ഇവിടെ 1 ആണ് വരിക, അപ്പോൾ -3 ആണ് അവിടെ വരിക, പ്ലസ് 9 പ്ലസ് 7 ഇറ്റ് ഇസ് ഈക്വൽ ടു, അഡീഷൻ വരുന്നത് 2 ഞാൻ ആഡ് ചെയ്യുമ്പോൾ 16 വരുന്നു, മൈനസ് 2 വരെ സിമ്പിളാണ്, ആഡ് ചെയ്യുമ്പോൾ -4 വരുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 12. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് -1, -12. നമുക്ക് പോയിന്റുകൾ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. 2 പോയിന്റുകൾ കിട്ടും. അതിൻ്റെ കാരണം എക്സിന് 2 വാല്യൂ ഉണ്ട്. അപ്പോൾ ഒരു ടാൻജൻ ലൈൻ അല്ല, അവിടെ 2 ടാൻജൻ ലൈൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അടുത്തതായി നമുക്ക് ചെയ്യാനുള്ളത് ഫൈൻഡ് എ പോയിന്റ് ഓൺ ദ ലൈൻ y equal to x minus 2 whole square at which the tangent line is parallel to the chord joining the points 20 and 44. അതായത് 20ഉം 44ഉം ജോയിൻ ചെയ്യുമ്പോൾ ഒരു ലൈൻ കിട്ടുന്നുണ്ട്. ആ ലൈനിന് പാരലൽ ആകുന്ന രീതിയിലാണ് ഈ കർവിൻ്റെ ടാൻജൻ ലൈൻ നിലനിൽക്കുന്നത് എങ്കിൽ ആ ടാൻജൻ ലൈൻ വരയ്ക്കുമ്പോൾ കർവിൻ്റെ ഏത് പോയിന്റിലാണ് അത് ടച്ച് ചെയ്യുന്നത്? അതായത് കഴിഞ്ഞ ചോദ്യം പറഞ്ഞ അതേ രീതിയിലുള്ള ചോദ്യമാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് കർവ് എന്ന് പറയുന്ന കാര്യം എടുക്കുന്നു. y is equal to x minus 2 whole square. dy by dx എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കുമ്പോൾ ഇതൊരു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫോമിലാണ്. അപ്പോൾ 2 ഇൻറ്റു എക്സ് മൈനസ് 2 വരും, ഇൻറ്റു എക്സ് മൈനസ് 2ൻ്റെ മാത്രം ഡെറിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1 മാത്രം എക്സിസ്റ്റ് ചെയ്യുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് മൈനസ് 2. ഇപ്പോൾ നമുക്ക് ടാൻജൻ ലൈനിൻ്റെ മൊത്തം സ്ലോപ്പാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഈ ടാൻജൻ ലൈൻ എന്ന് പറയുന്നത് ഈ 2 പോയിന്റുകൾ ജോയിൻ ചെയ്യുന്ന ലൈനിന് പാരലാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാണ്, സ്ലോപ്പ് ഓഫ് ലൈൻ പാസിംഗ് ത്രൂ 20 and 44, ഈ 2 പോയിന്റുകൾ ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ സ്ലോപ്പ് ഒന്ന് കണ്ടുപിടിക്കുകയാണ്. ഒരു പോയിന്റ് x1 y1ഉം മറ്റേ പോയിന്റ് x2 y2ഉം ആണെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഈ ഫോർമുല ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 4 മൈനസ് 0 ഡിവൈഡഡ് ബൈ 4 മൈനസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു 4/2 വിച്ച് ഇസ് ഈക്വൽ ടു 2. അപ്പോൾ ടാൻജൻ ലൈനിന് പാരലായി നിൽക്കുന്ന ലൈനിൻ്റെ സ്ലോപ്പ് 2 ആണ്. അങ്ങനെയാണെങ്കിൽ ടാൻജൻ ലൈനിൻ്റെ സ്ലോപ്പ് എന്തേ വരാൻ പാടൂ? 2 ആണ് വരാൻ പാടുള്ളൂ. അതായത് 2 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് പറഞ്ഞാൽ 2 തന്നെ ആവാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത കൺക്ലൂഷൻ കൊടുക്കുകയാണ്, 2 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് പറയുന്നത് 2 തന്നെ ആയിരിക്കണം. അതായത് എക്സ് മൈനസ് 2 എന്ന് പറയുന്നത് 2/2 ആയിരിക്കണം, അതായത് 1 ആയിരിക്കണം. എക്സ് എന്ന് പറയുന്നത് അപ്പോൾ 1 പ്ലസ് 2 ആയിരിക്കണം, 3 ആയിരിക്കണം. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 3 കിട്ടിക്കഴിഞ്ഞു. ഈ കിട്ടിയ കാര്യം നമ്മൾ നേരെ വൈയിലേക്ക് കൊണ്ടു കൊടുക്കുകയാണ്. y is equal to 3 മൈനസ് 2 ഹോൾ സ്ക്വയർ. 3 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 1 ആണ്, 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന പോയിന്റ് ഏതാണ്? 3, 1 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. ഈ പോയിന്റ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് എ പോയിന്റ് അറ്റ് വിച്ച് ദ ടാൻജന്റ് ടു ദ കർവ് y ഈക്വൽ ടു √4x മൈനസ് 3 മൈനസ് 1 ഹാസ് ഇറ്റ് സ്ലോപ്പ് 2/3. അതായത് y ഈക്വൽ ടു √4x മൈനസ് 3 മൈനസ് 1 എന്ന് പറഞ്ഞ കർവിന് ഒരു ടാൻജൻ ലൈൻ ഉണ്ട്. ആ ടാൻജൻ ലൈൻ എന്ന് പറയുന്നതിൻ്റെ സ്ലോപ്പ് 2/3 ആകുന്ന രീതിയിലാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ ആ ടാൻജൻ ലൈൻ കർവിൻ്റെ മുകളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഏതാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കണ്ടെത്താനുള്ളത്. അപ്പോൾ y എന്ന് പറയുന്ന കാര്യം നമ്മൾ എഴുതുകയാണ്. y is equal to √4x മൈനസ് 3 മൈനസ് 1. dy by dx എന്ന് പറഞ്ഞ കാര്യം അഥവാ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ്. √x ആണെങ്കിൽ നമുക്കറിയാം ഡെറിവേഷൻ 1/2 √x, അതായത് 1/2 √4x മൈനസ് 3. ഇത് മാത്രം ചെയ്താൽ മതിയോ? പോരാ. 4x മൈനസ് 3ൻ്റെ ഡെറിവേഷൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഈ റൂട്ടിനകത്ത് കിടക്കുന്നത് ഒരു ലീനിയർ ഇക്വേഷനാണ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ പവർ 1 ആയിട്ടാണ് നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള ഏത് ഇക്വേഷൻ തന്നിട്ടും നിങ്ങൾക്ക് ഡെറിവേഷൻ കാണാൻ പറഞ്ഞാൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് മാത്രം നോക്കിയാൽ മതി. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? 4 ആണ്.
ഈ കാര്യമാണ് നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടത്, മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. മൈനസ് 1ന്റെ ഡെറിവേഷൻ എന്താണ്, 0 ആണ്. ഇവിടെ 0 മൈനസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ വരുന്നത് എന്താ, 4/2√4x - 3. 4 2 ടൈംസ് ആണെന്ന് നമുക്കറിയാം. 2/√4x - 3. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ആണ്. ഈ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്താണെന്ന് അവർ തന്നിട്ടുണ്ട്, 2/3 ആണെന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായും എന്തായിരിക്കണം, 2/√4x - 3 എന്ന് പറയുന്നത് 2/3ക്ക് ഈക്വൽ ആയിരിക്കണം. 2ഉം 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് പറയാം, 3 = √4x - 3 ആണെന്ന് പറയാം. രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുമ്പോൾ 9 = 4x - 3 ആണെന്ന് പറയാം. -3 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 12 = 4x എന്ന് പറഞ്ഞ ആശയമാകുന്നു. 4x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12ന് ഈക്വൽ ആണെന്ന് അപ്പോൾ നമുക്ക് തിരിച്ചെഴുതാം. എക്സ് എന്ന് പറഞ്ഞാൽ 12/4 ആണ്, അതായത് 3 എന്ന് പറഞ്ഞ കാര്യം കിട്ടുന്നു. ഈ എക്സിന്റെ വാല്യൂ വൈയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് √4 × 3 - 3 - 1 = 4 × 3 12 ആണ്. 12 - 3 എന്ന് പറഞ്ഞാൽ 9 ആണ്. √9 എന്ന് പറയുന്നത് 3 ആണ്. 3 - 1 = 2. അപ്പോൾ പോയിന്റ് ഏതാണ് വരിക, 32 എന്ന് പറഞ്ഞ പോയിന്റ് ആണ് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ പോയിന്റ് ഓൺ ദ കർവ് y = x³ - 11x + 5 at which the tangent is y = x - 11. ഈ ഒരു ലൈനിന് പാരലൽ ആകുന്ന രീതിയിലാണ് എന്ത് നിൽക്കുന്നത്, ടാൻജന്റ് ലൈൻ എന്ന് പറയുന്ന ആശയം നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഇത് തന്നെയാണ് ടാൻജന്റ് ലൈൻ എന്ന് പറഞ്ഞ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടെത്തേണ്ടത് ഈ ടാൻജന്റ് ലൈൻ വരയ്ക്കുമ്പോൾ ഈ കർവിലെ ഏത് പോയിന്റിലാണ് അത് ടച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാൻ കർവ് എന്ന് പറഞ്ഞ കാര്യം എടുക്കുകയാണ്. y = x³ - 11x + 5. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ന് പറഞ്ഞ ആശയം dy/dx. dy/dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3x² - 11 × 1 + 0. 3x² - 11. ഇപ്പോൾ നമുക്ക് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് കിട്ടിക്കഴിഞ്ഞു. ഈ ശരിക്കും ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞ രീതിയിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന ഏതാണ്, y = x - 11 എന്ന് പറഞ്ഞ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന്റെ സ്ലോപ്പ് ഒന്ന് കണ്ടുപിടിക്കുകയാണ്. സ്ലോപ്പ് ഓഫ് y = x - 11 ഈസ് എന്താണ് ആൻസർ വരിക? ഇത് ഏത് ഫോമുല, y = mx + c എന്ന് പറഞ്ഞ ഫോമുലാണ്. അപ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് m വരിക. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണെന്ന് നോക്കിയാൽ മാത്രം മതി. എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ 1 ആയതുകൊണ്ട് നമ്മുടെ സ്ലോപ്പ് എന്താ വരിക, ഇവിടെ 1 ആണ് വരിക. ഇതാണ് ടാൻജന്റ് ലൈൻ എന്ന് പറഞ്ഞു, അതിന്റെ സ്ലോപ്പ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കിട്ടിയിരിക്കുന്ന ആൻസർ എന്തിനോട് ഈക്വൽ ആയിരിക്കണം, 1മായി ഈക്വൽ ആയിരിക്കണം. അതായത് 3x² - 11 എന്ന് പറയുന്നത് 1 ആയിരിക്കണം. 3x² എന്ന് പറയുന്നത് 12 ആയിരിക്കണം. -11 അങ്ങോട്ട് പോകുമ്പോൾ +11 ആവുന്നു. അപ്പോൾ ഇവിടെ 1 + 11 എന്ന് പറഞ്ഞ ലോജിക്ക് കയറി വരുന്നു, അതാണ് 12 ആകുന്നത്. ഓക്കെ, x² എന്ന് പറയുന്നത് 12/3 4 വരുന്നു. x എന്ന് പറഞ്ഞാൽ √4 = +or-2. x എന്ന് പറയുന്നതിന് 2 ആണ് കൊടുക്കുന്നതെങ്കിൽ y എന്ന് പറയുന്നത് 2³ എന്ന് പറഞ്ഞാൽ 8 വരുന്നു. -11 × 2 എന്ന് പറഞ്ഞാൽ 22 വരുന്നു. +5 = 13 - 22 = -9. x എന്ന് പറയുന്നതിന് -2 അപ്ലൈ ചെയ്യുന്ന സമയത്ത് y = -2³ - 8 -11 × -2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ +22 +5 = -8 + 27 = 19. അവ രണ്ട് പോയിന്റുകളാണ് ഇവിടെ വരുന്നത്. ഒരു പോയിന്റ് 2 - 9 എന്ന് പറയുന്നതും മറ്റൊരു പോയിന്റ് -2 19 എന്ന് പറഞ്ഞ ആശയവും. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ പോയിന്റ്സ് ഓൺ ദ കർവ് x² + 9 + y² / 16 = 1 at which the tangents are parallel to x-axis, parallel to y-axis. അതായത് ഈ ഒരു കർവ്, ആ കർവ് എന്ന് പറയുന്നത് ഒരു എലിപ്സ് ആണ് വരുന്നത്. ആ എലിപ്സ് എന്ന് പറയുന്നതിൻ്റെ ടാൻജന്റ് ലൈൻ എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് പാരലൽ ആകുമ്പോൾ ആ ടാൻജന്റ് ലൈൻ മീറ്റ് ചെയ്യുന്നത് ഏത് പോയിന്റിലാണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. അതുപോലെ വൈ ആക്സിസിന് പാരലൽ ആകുമ്പോൾ ആ ടാൻജന്റ് ലൈൻ എന്ന് പറയുന്നത് കർവിൻ്റെ മുകളിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ കർവ് എന്ന് പറയുന്ന കാര്യം ഒന്ന് എടുക്കുകയാണ്. x² / 9 + y² / 16 = 1. രണ്ട് സൈഡും ഡെറിവേഷൻ അപ്ലൈ ചെയ്യാം. ഡെറിവേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 2x/9, കാരണം x² ഡെറിവേഷൻ 2x വരും. 1/9 കോൺസ്റ്റന്റ് ആണ്, അതുപോലെ മാറ്റി എഴുതി. പ്ലസ് y² ഡെറിവേഷൻ 2y വരും. കൂടാതെ y-ന്റെ ഡെറിവേഷൻ dy/dx വരും. 16 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, അതിന് അതേപോലെ നമ്മൾ മാറ്റി എഴുതി. കാരണം അതൊക്കെ മൾട്ടിപ്ലിക്കേഷൻ വരുന്ന കോൺസ്റ്റന്റ് ആണ്.
അതുകൊണ്ടാണ് ഇവിടെ 1/9 ഇവിടെ 1/16 നമ്മൾ മാറ്റി എഴുതുന്നത്. ഈക്വൽ ടു 1ന്റെ ഡെറിവേഷൻ 0. അതായത് 2 എന്ന് പറയുന്നത് 16ൽ 8 ടൈംസ് ആണെന്ന് നമുക്കറിയാം. ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, 1/8 dy/dx എന്ന് പറയുന്നത് -2x/9 ആണെന്ന് പറയാം. ഇവിടെ നിന്നും dy/dx എന്ന് പറഞ്ഞ ആശയം എഴുതുമ്പോൾ 8 മൾട്ടിപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ -16x ഡിവൈഡഡ് ബൈ y എന്ന് പറയുന്ന കാര്യം താഴേക്കാണ് വരിക. അപ്പോൾ അവിടെ എന്താ വരിക, 9y എന്ന് പറയുന്ന ആശയമാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ആണ്. ഇനി നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് പോവാണ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ എന്താണ്, എക്സ് ആക്സിസിന് പാരലൽ ആകുന്ന രീതിയിലാണ് ടാൻജന്റ് ലൈൻ നിലനിൽക്കുന്നത്. എക്സ് ആക്സിന്റെ സ്ലോപ്പ് ആലോചിക്കുക, 0 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ന് പറയുന്നത് നിർബന്ധമായും അവിടെ എന്തായിരിക്കണം, 0 ആയിരിക്കണം. അപ്പോൾ നമുക്കിവിടെ എന്ത് കൊടുക്കാം, -16x/9y എന്ന് പറയുന്നത് 0 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. എക്സ് 0 ആണ് എന്നുള്ള കാര്യം നമ്മുടെ കർവിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് 0 ആവും. ബാക്കി നിൽക്കുന്നത് എന്താ, y²/16 എന്ന് പറയുന്നത് 1 ആണെന്ന് കിട്ടും. അതായത് y² എന്ന് പറയുന്നത് 16 ആണ്, y എന്ന് പറയുന്നത് √16, അതായത് +or-4. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിൽ നമ്മുടെ ടാൻജന്റ് ലൈൻ വരയ്ക്കുമ്പോൾ ടച്ച് ചെയ്യുന്ന പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് വരിക, ടച്ച് ചെയ്യുന്ന പോയിന്റ് ഒന്ന് 0, 4 എന്ന് പറയുന്നത് വരാം, അതുപോലെ 0, -4 എന്ന് പറയുന്ന ആശയം വരാം. അപ്പോൾ ഇവിടെ 2 പോയിന്റുകൾ നമ്മൾ എഴുതുന്നുണ്ടെങ്കിലും അവിടെ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ 2 ടാൻജന്റ് ലൈനുകൾ വരയ്ക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ ടാൻജന്റ് ലൈൻ വരയ്ക്കുമ്പോൾ ഈ 2 പോയിന്റ് ടച്ച് ചെയ്യുന്നു എന്നുള്ള മീനിങ് അല്ല അവിടെ വരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ കണ്ടീഷനിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്, -16x/9y എന്ന് പറഞ്ഞ കാര്യമാണ്. പാരലൽ ടു y ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മറ്റൊരു മീനിങ് കൂടി നമുക്ക് പറയാം, പെർപെൻഡിക്കുലർ ടു x ആക്സിസ് എന്ന് പറയാം. y ആക്സിന് പാരലൽ ആകുക എന്ന് പറയുന്നതും x ആക്സിന് പെർപെൻഡിക്കുലർ ആവുക എന്ന് പറയുന്നതും എന്താണ്, ഒരേ ആശയം തന്നെയാണ് കയറി വരുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പാണ്. പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ കിടക്കുന്ന ഏതാണ്, നോർമൽ ലൈൻ ആണ്. അപ്പോൾ നോർമൽ ലൈൻ എന്ന് പറയുന്നതിൻ്റെ സ്ലോപ്പ് എന്തുമായി ഇക്വേറ്റ് ചെയ്താൽ മതി, 0യുമായി ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, പാരലൽ ടു y ആക്സിസ് എന്ന് പറയുന്ന ആശയം നിലനിൽക്കുന്ന രീതിയിൽ ടാൻജന്റ് ലൈൻ എന്ന് പറയുന്ന കാര്യത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ആലോചിച്ചാൽ മതി, നോർമൽ ലൈനിൻ്റെ സ്ലോപ്പുമായി ബന്ധപ്പെട്ട കാര്യം ആലോചിച്ചാൽ മതി. നോർമൽ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിൻ്റെ നേരെ നെഗറ്റീവ് റെസിപ്രോക്കലാണ് വരിക. നെഗറ്റീവ് റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 9y/16x ആണ് വരിക. അത് എന്തിനോട് ഇക്വേറ്റ് ചെയ്യണം, 0നോട് ഇക്വേറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം, y എന്ന് പറയുന്നത് 0 ആണെന്നുള്ള ആശയം നമുക്ക് പറയാം. ഈ y0 എന്ന് പറയുന്നത് ഈ കർവിലേക്ക് കൊണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പാർട്ട് കംപ്ലീറ്റ് 0 ആയി. അപ്പോൾ ബാക്കിയുള്ളത് എന്താ, x²/9 = 1 ആണ്. അതായത് x² എന്ന് പറയുന്നത് 9 ആണ്. x √9 വരുന്നു, +or-3 എന്ന് പറഞ്ഞ ആശയം വരുന്നു. അപ്പോൾ അവിടെ ടച്ചിങ് പോയിന്റുകൾ ഏതൊക്കെയാണ് വരിക, 30 ഒരു പോയിന്റാണ്, -30 എന്ന് പറയുന്നത് മറ്റൊരു ടച്ച് ചെയ്യുന്ന പോയിന്റാണ്. അതായത് അവിടെയും ഈ കണ്ടീഷൻ നിലനിൽക്കുന്ന 2 ടാൻജന്റ് ലൈൻ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് കയറി വരുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്ത അതേപോലെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന സോൾവഡ് ആയിട്ട് കിടക്കുന്ന ഒരു ചോദ്യമാണ് ബോർഡിൽ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഇക്വേഷൻ മാത്രം ഒന്ന് കാണിച്ചിരിക്കുന്നത്. നമുക്ക് മുൻപേ തന്നിരുന്ന ക്വസ്റ്റ്യനിൽ x²/9 + y²/16 = 1 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടേക്ക് വരുമ്പോൾ അതിലുള്ള വ്യത്യാസം എന്താ, x²/4 + y²/25 = 1 ആണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തൊട്ട് മുമ്പേ പറഞ്ഞ അതേപോലെയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ആ ചോദ്യം എങ്ങനെയാണോ വർക്ക് ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യനെയും നിങ്ങൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കൃത്യമായിട്ട് കണ്ടെത്താൻ വേണ്ടി പറ്റും. ഇവിടെയും പോയിന്റ് കണ്ടുപിടിക്കാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാരലൽ ടു x ആക്സിസ് പറയുമ്പോൾ 2 പോയിന്റ് കിട്ടും, പാരലൽ ടു y ആക്സിസ് എന്ന് പറഞ്ഞ ആശയം പറയുമ്പോൾ നമുക്ക് 2 പോയിന്റ് കിട്ടും. ഈ പാരലൽ ടു y ആക്സിസ് എന്ന് പറയുന്നത് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ പെർപെൻഡിക്കുലർ ടു x ആക്സിസ് എന്ന് പറഞ്ഞാക്കി മാറ്റാറുണ്ട്. അപ്പോൾ പെർപെൻഡിക്കുലർ ടു x ആക്സിസ് എന്നോ പാരലൽ ടു y ആക്സിസ് എന്നോ പറയുകയാണെങ്കിൽ നമ്മളവിടെ സ്ലോപ്പ് ഓഫ് നോർമലിനെ 0നോട് ഇക്വേറ്റ് ചെയ്താൽ മതി. ഇതൊന്ന് പ്രത്യേകം ഓർമ്മയിൽ വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്കൊരു കർവിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഒരു ടാൻജന്റ് ലൈൻ എന്ന് പറയുന്ന കാര്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് x ആക്സിന് പാരലൽ ആണ് എന്നുള്ള കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടാൻജന്റ് ലൈൻ വരയ്ക്കുമ്പോൾ ഈ കർവിലെ ഏത് പോയിന്റിലാണ് അത് ടച്ച് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ആ കർവ് ഒന്ന് എടുക്കുകയാണ്. x² + y² - 2x - 3 = 0. ഡെറിവേഷൻ ചെയ്യുക. x² ഡെറിവേഷൻ 2x വരും,
വൈ സ്ക്വയറിൻ്റെ 2y/dx എന്ന് പറഞ്ഞ ആശയം വരുന്നു. മൈനസ് 2 × 1 എന്ന് പറഞ്ഞ ആര്യം വരുന്നു. -0 = 0. അതായത് ഇവിടെ എല്ലാത്തിലും 2 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2 എന്ന് പറയുന്നത് കോമൺ ആയി എടുത്തിട്ട് ഒഴിവാക്കാം. കാരണം അതിനെ അങ്ങോട്ട് കൊണ്ടുപോയി എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് x + y dy/dx -1 = 0. y dy/dx എന്ന് പറയുന്ന കാര്യം പ്ലസ് എക്സ് അങ്ങോട്ട് പോകുമ്പോൾ -x ആവും. -1 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, +1 എന്ന് പറഞ്ഞ ആശയമാവും. അതായത് dy/dx എന്ന് പറയുന്ന കാര്യം -x + 1 / y. ഇത് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ന് പറഞ്ഞ കാര്യമാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ശരിക്കും എക്സ് ആക്സിന് പാരലാണ് ടാൻജന്റ് ലൈൻ എന്ന് അവിടെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് എന്താവണം, 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ -x + 1/y എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അതായത് -x + 1 എന്ന് പറയുന്നത് 0 ആയിരിക്കണം. x എന്ന് പറയുന്നത് 1 ആയിരിക്കണം. x 1 ആണ് എന്നുള്ളത് നമ്മൾ ഈ കർവിൽ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1² + y² -2 × 1 -3 = 0. അതായത് 1 + y² -2 -3 = 0. y² - 4 = 0. y is equal to √4 which is equal to +or -2. അപ്പോൾ പോയിന്റുകളായിട്ട് കിട്ടുന്നത് ഏതൊക്കെ കാര്യങ്ങളാണ്? 1 2 എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടാം. അതുപോലെ 1 - 2 എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടാം. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളിൽ വരുന്നത് ഒരു കർവ് തന്നിട്ട് അതിൻ്റെ ടാൻജന്റ് ലൈൻ എന്ന് പറയുന്നതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക, നോർമൽ ലൈൻ എന്ന് പറയുന്നതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. എല്ലാം ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് നമ്മൾ കണ്ടെത്തുന്നത്. അതെങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കർവിൻ്റെ ടാൻജന്റ് ലൈൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ലൈനിന് പാരലൽ ആവുകയാണ് എന്നുണ്ടെങ്കിൽ ആ ടാൻജന്റ് ലൈൻ വരയ്ക്കുമ്പോൾ അത് കർവിൽ എവിടെയാണ് മീറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ, അതായത് പോയിന്റുകൾ കണ്ടുപിടിക്കുക എന്നുള്ള കുറച്ചധികം മോഡൽസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരു മോഡൽ മാത്രമേ എക്സാമിനേഷന് വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ നല്ലപോലെ ചെയ്ത് പഠിക്കുക. ഇനി നമ്മൾക്ക് ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റും ഇക്വേഷൻ ഓഫ് നോർമലുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ കൂടി ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ആ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും ഈ ക്വസ്റ്റ്യൻസുകളെല്ലാം നല്ലപോലെ ചെയ്ത് പഠിക്കുക. ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റും ഇക്വേഷൻ ഓഫ് നോർമലുമായിട്ട് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.